ഇടുക്കി അടിമാലി മില്ലുംപാടി ദീപം കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. പൊന്മണി H4 ഇനങ്ങളിൽപ്പെട്ട നെല്ലായിരുന്നു കർഷകരുടെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയിരുന്നത്. കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. അടിമാലി മില്ലുംപടിയിൽ ദീപം കൃഷിക്കൂട്ടത്തിന്റെ കീഴിലുള്ള കർഷകരുടെ നേതൃത്വത്തിലായിരുന്നു നെൽകൃഷി ഇറക്കിയത്. കൃഷിയിറക്കിയ നെൽ മൂപ്പത്തിപ്പാകമായതോടെ കർഷകർ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. അടിമാലി കൃഷിഭവന് കീഴിൽ ഏകദേശം 58 കൃഷിഭവനുകളാണുള്ളത്. അതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കൃഷിക്കൂട്ടങ്ങളിലൊന്നാണിത്. H4 പൊന്മണി എന്ന നെല്ലുകളാണ് ഇവിടെ വിളവിറക്കിയിരിക്കുന്നത്. 5 ഏക്കറാണ് കൃഷിയുള്ളത്. അതോടൊപ്പം പച്ചക്കറി, വാഴ എന്നിവയുണ്ട്. അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ കൃഷിഭവനും കൂടി ചേർന്ന് എല്ലാ വാർഡുകളിലും കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ വളരെ വ്യാപകമായി കൃഷി ഇറക്കിയിട്ടുണ്ട്. ഏത്തവാഴ, പച്ചക്കറി അങ്ങനെയുള്ള വിവിധ കൃഷി രീതികളുണ്ട്. ചെറുധാന്യങ്ങളുടെ കൃഷിയുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കൃഷിക്കൂട്ടങ്ങളെ വെച്ച് കൃഷി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് കൃഷിഭവന്റെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നു. പൊന്മണി H4 ഇനങ്ങളിൽപ്പെട്ട നെല്ലായിരുന്നു കർഷകരുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ഇറക്കിയത്. ഇതിൽ H4 ഇനത്തിൽപ്പെട്ട നെൽച്ചെടികളുടെ വിളവെടുപ്പാണ് നടന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12, 13 വാർഡുകളിൽ ഉൾപ്പെടുന്ന 5 ഏക്കറിൽ അധികം സ്ഥലത്ത് കർഷകർ ഇവിടെ കൃഷി ഇറക്കിയിട്ടുണ്ട്. നെൽകൃഷിക്ക് പുറമെ കപ്പ, വാഴ തുടങ്ങിയ ഇതര കൃഷികളും ഇവിടെ നടത്തുന്നുണ്ട്. വിളവെടുത്ത നെല്ല് പ്രാദേശികമായി വിറ്റഴിക്കാനാണ് കർഷകരുടെ തീരുമാനം. വിളവെടുപ്പ് ഉത്സവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാജു, കൃഷി ഓഫീസർ സിജി അനിൽ, കർഷകർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.